സംസ്ഥാനത്ത് കോൺഗ്രസിൽ ദേശീയ നേതൃത്വം നടത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ പാക്കേജാണ്. പാർട്ടിയിൽ എല്ലാ വിഭാഗങ്ങളെയും ആഹ്ലാദിപ്പിച്ചുകൊണ്ടും നിലവിലെ നേതൃസന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുമുള്ള തീരുമാനമാണിത്. ഇണങ്ങിയും ചിലപ്പോഴൊക്കെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുമായാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ. സുധാകരനും മുന്നോട്ട് പോയിരുന്നതെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വി.ഡി. സതീശന്റെ ഉറ്റ സുഹൃത്താണ്. അതോടെ പാർട്ടിയും പാർലമെന്ററി പാർട്ടിയുമായുള്ള ഏകോപനം ഹൈക്കമാൻഡ് ഉറപ്പാക്കിയിരിക്കുകയാണ്. കെ. സുധാകരനെ മാറ്റുന്നതോടെ ഈഴവ സമുദായത്തിന്റെ അതൃപ്തി പരിഹരിക്കാൻ അതേ സമുദായത്തിൽ നിന്നുള്ള അടൂർ പ്രകാശിനെ UDF കൺവീനറുമാക്കി. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമനത്തിലും കൃത്യമായ ബാലൻസ് പാലിച്ചു. PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. സാമുദായിക സന്തുലിതാവസ്ഥയും പാർട്ടിയിലെ ബലാബല താൽപര്യങ്ങളും കൃത്യമായി തന്നെ പാലിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവുമായി ഏറെ അടുപ്പം സൃഷ്ടിക്കുന്നവരാണ് ഷാഫിയും വിഷ്ണുനാഥുമെല്ലാം. തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ കോൺഗ്രസിന്റെ എക്കാലത്തെ മികച്ച ഇലക്ഷൻ മാനേജറായ വി.ഡി. സതീശനൊപ്പം സതീശൻ ടീമിന്റെ ഭാഗമായ സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ് എന്നിവരെ കൂടി ടീമിലേക്ക് നൽകിയതോടെ ജയിക്കാനായി സതീശന് കൂടുതൽ കരുത്ത് പകർന്നിരിക്കുകയാണ് ഹൈക്കമാൻഡ്. കേരളത്തിൽ പാർട്ടിയിലെ അധികായന്മാരായിരുന്ന AK ആന്റണിയും ഉമ്മൻചാണ്ടിക്കും ശേഷം കോൺഗ്രസിലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നായകനാര് എന്ന ചോദ്യത്തിനും ഇതോടെ ഉത്തരമായി. ചുരുക്കത്തിൽ ഗ്രൂപ്പ് ബലങ്ങളുടെയും അത്യാഗ്രഹങ്ങളുമായി പരസ്പരം മത്സരിക്കുന്ന ടീമിനെ ഒഴിവാക്കി ഒറ്റക്കെട്ടായി നിങ്ങളൊരു ടീമിന് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇനി പന്ത് വി.ഡി. സതീശന്റെ കോർട്ടിലാണ്. അതിലൂടെ പാർട്ടിക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത കൂടിയാണ് ഇതിലൂടെ സതീശന് വന്നു ചേർന്നിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമനത്തിലൂടെ കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം കേരളത്തിലെ ഗ്രൂപ്പുകളെ കുഴിച്ചുമൂടി മികവിന്റെ താരങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള നേതൃത്വ ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതോടെ വി.ഡി. സതീശൻ കേരളത്തിലെ പാർട്ടിയിൽ കൂടുതൽ കരുത്തനായി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും ദുർബലനായി മാറുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പേരുറപ്പിച്ച ആന്റണിക്കെതിരായ സംസ്ഥാനത്തെ പ്രവർത്തക വികാരം ഉചിതമായ രീതിയിൽ ദേശീയ നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും ബോധ്യപ്പെടുത്തുവാനായി വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഹൈക്കമാൻഡ് താൽപര്യവും മറുവശത്ത് കേരളത്തിലെ പ്രവർത്തകരുടെ വികാരവും കൂടി സമ്മർദ്ദത്തിലായ സാഹചര്യത്തിൽ ശരിക്കും വിഷമവൃത്തത്തിലായത് KC വേണുഗോപാൽ തന്നെയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം മുതൽ കേരളത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനം വരെയുള്ള കാര്യങ്ങളിൽ ഇഷ്ടമില്ലാത്തതിനെല്ലാം വേണുഗോപാലിനെ വിമർശിക്കുന്നതാണ് പലരുടെയും ശീലം. അതറിയാവുന്ന KC വേണുഗോപാൽ ആന്റണിയെ നിയമിച്ച ശേഷം കേരളത്തിലേക്ക് വന്നാലുള്ള സ്ഥിതി നന്നായി അറിയാമായിരുന്നു. എന്തുതന്നെയാണെങ്കിലും ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നയതന്ത്രവും തന്ത്രവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കരുത്തുറ്റ ഒരു ടീമിനെ പുതുതായി പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യടി നേടാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞത്. ഈ തീരുമാനത്തിൽ വേണുഗോപാലിന് അഭിമാനിക്കുകയും ചെയ്യാം, ആശ്വസിക്കുകയും ചെയ്യാം. സുപ്രധാന പദവികളിലേക്ക് ഒന്നിച്ചു നടത്തിയ നിയമനവും അതിലെ ടീമും തീരുമാനങ്ങൾക്ക് കരുത്തു പകരുന്നുമുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന ആന്റണിക്ക് വിനയായത് സംസ്ഥാനത്ത് നിന്ന് ഉയർന്നു വന്ന കനത്ത എതിർപ്പ് തന്നെയാണ്. ആന്റണിയെ അധ്യക്ഷനായി നിയമിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ പിളർപ്പ് വരെ ഉണ്ടായേക്കാമെന്നുള്ള വിവരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആന്റണിയെ ഹൈക്കമാൻഡ് ഒഴിവാക്കിയത്. ആന്റണിയെ KPCC അധ്യക്ഷനാക്കുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഹൈക്കമാൻഡിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള പ്രാപ്തിയോ പരിചയ സമ്പത്തോ ഇല്ലാത്ത നേതാവാണ് ആന്റണി എന്നാണ് പരാതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്താകെ സ്വാധീനമോ പരിചയമോ ഇല്ലാത്ത നേതാവാണ് ആന്റണിയെന്നും പരാതി അയച്ചവർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. KPCC അധ്യക്ഷനെ മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടി നേതാക്കളെ ബന്ധപ്പെട്ട ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും നേതാക്കൾ ആന്റണിയോടുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. സഭയുടെ പിന്തുണയിലാണ് ആന്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതെന്ന പ്രചരണവും അദ്ദേഹത്തിന് വിനയായി. സിറോ മലബാർ സഭ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ദീപിക ദിനപത്ര മുഖപ്രസംഗം എഴുതിയതോടെ ആന്റണിയുടെ ചീട്ട് പൂർണ്ണമായും കീറി. സിറോ മലബാർ സഭയുടെ ഒരു ഫെറോനയുടെ വലുപ്പം പോലും ഇല്ലാത്ത ഒരു സഭയുടെ ഏറ്റവും ചെറിയ കർദിനാളിന്റെ ശുപാർശയായിരുന്നു കത്തോലിക്ക സഭയുടെ പിന്തുണയുമായി ഹൈക്കമാൻഡ് വിലയിരുത്തിയത്. അത് സിറോ മലബാർ സഭ ബിഷപ്പുമാർ തള്ളിയതോടെ കാര്യങ്ങൾ നേരെ മലക്കം മറിഞ്ഞു. അധ്യക്ഷനാകുമെന്ന് ഉറപ്പിച്ച് തലസ്ഥാനത്ത് വാടക വീട് ഒരുക്കിയും പ്രഖ്യാപനം വന്നാലുടൻ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പുഷ്പാർച്ചനയ്ക്ക് പ്രവർത്തകരും ഒന്നിച്ചു പോകുന്നതിനായി ബസ്സുകൾ ബുക്ക് ചെയ്ത് തയ്യാറാക്കി നിർത്തുകയും ചെയ്ത ആന്റണിക്ക് ഹൈക്കമാൻഡ് തീരുമാനം കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ കാത്തിരുന്ന ആളുകൾക്കും ഇനി മടങ്ങിപ്പോകാമെന്ന അവസ്ഥയുമായി. അധ്യക്ഷ സ്ഥാനത്തേക്ക് പേരുയർന്ന ഘട്ടത്തിലെല്ലാം എതിർപ്പ് ഉയർന്നുവെങ്കിലും ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള സ്വാധീന
സ്വാധീനമായിരുന്നു ആന്റോ ആന്റണിയുടെ ആത്മവിശ്വാസത്തിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുമായി കാത്തുനിന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി തന്നെ പരിഗണിക്കുന്നത് തന്റെ പേര് തന്നെയാണ് എന്ന വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ആന്റോ ആന്റണി തന്നെയാണ് എന്ന വിവരവും ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കടന്നുവരവിന് ആന്റോ ആന്റണിക്ക് തടസ്സമായി തന്നെ മാറി. KPCC നേതൃത്വത്തിൽ സമഗ്ര അഴിച്ചുപണി നടത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് സാമുദായിക സന്തുലനം പാലിച്ചുകൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് നേതൃനിരയിൽ ആളില്ല എന്ന പരാതികൾക്കുള്ള മറുപടി കൂടിയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സണ്ണി ജോസഫിന്റെ നിയമനം. ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുത്ത വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു സണ്ണി ജോസഫ്. K. സുധാകരന്റെ തലപ്പൊക്കമോ തീവ്ര ശൈലിയോ പിന്തുടരുന്ന നേതാവല്ല എങ്കിലും പാർട്ടിയിലെ സൗമ്യ മുഖമാണ് സണ്ണി ജോസഫ്. നേതാക്കളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സൗമ്യമായ രീതിയിലുള്ള സണ്ണി ജോസഫിന് കഴിയുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പരിചയസമ്പത്തും യുവത്വവും തുളുമ്പുന്ന ഒരു ടീമിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCC തലപ്പത്ത് നിയമിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ നെടുനായകരായി നിന്നവരാണ് ഇപ്പോൾ പദവി ലഭിച്ചിരിക്കുന്ന നേതാക്കളെല്ലാം തന്നെ. തമ്മിലടിയല്ല, യോജിപ്പിന്റെ സ്വരമാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് തിരിച്ചറിവുള്ളവരാണ് ഈ നേതാക്കളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പാർട്ടിയുടെ തലപ്പത്ത് അവരോധിക്കാനുള്ള കാരണവും.